നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ഒരു രഹസ്യം ഞാൻ പറയാം. മോതിരവിരലിൽ 12-12 എന്ന് എഴുതി വെക്കൂ. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാനാകാത്ത മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് തന്ത്രമോ മായാജാലമോ ഒന്നുമല്ല. ഇത് ആർക്കും കിട്ടാവുന്ന, പക്ഷേ പലർക്കും അറിയാത്ത ഒരു ദൈവിക രഹസ്യമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവായി കണ്ടോ 12-12 എന്ന നമ്പർ? ഫോണിൽ സമയം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബില്ല് നമ്പർ പ്ലേറ്റ് ഇനി സ്വപ്നത്തിൽ എങ്കിൽ കേട്ടോളൂ. അത് വെറും യാദൃശ്ചികമല്ല. അത് ഭാഗ്യം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതിയാകാം. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒളിപ്പിച്ച ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാകും. കടബാധ്യത മാറ്റണം, ജോലി, വിവാഹം, സ്വന്തമായി വീട്, വാഹനം എന്നിങ്ങനെ പലതരം അത്യാവശ്യങ്ങൾ കാണും. അതെല്ലാം ഇങ്ങനെ ചെയ്താൽ ഉറപ്പായും നടക്കും. ദൈവം ഒരിക്കലും നേരിട്ട് വരില്ല, പക്ഷേ ചില സംഖ്യകൾ, ചില സിഗ്നലുകൾ വഴിയുള്ളതായി ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. 12-12 എന്നത് വെറുമൊരു അക്കം അല്ല, അതൊരു ദൈവിക കോഡ് ആണെന്ന് ന്യൂമറോളജി പറയുന്നു. 1 എന്നത് പുതിയ തുടക്കത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമാണ്. 2 എന്നത് സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ചിഹ്നം. ഈ 2 സംഖ്യകളും 2 തവണ ആവർത്തിക്കുമ്പോൾ അതിന്റെ ശക്തിയും ഇരട്ടിയാവുന്നു. 12-12 നമ്പർ എവിടെയാണ് എഴുതേണ്ടത്? എങ്ങനെ എഴുതണം? ഏറ്റവും ശക്തിയുള്ള സ്ഥലം മോതിരവിരൽ. അത് നമ്മുടെ ഹൃദയബന്ധങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിരലാണ്. ഇത് വെറും കൈവിരലല്ല. ഇതിലൂടെയാണ് ഹൃദയവും ആത്മാവും ബന്ധപ്പെടുന്നത് എന്നാണ് പാരമ്പര്യ വിശ്വാസം. പച്ച അല്ലെങ്കിൽ നീല മഷിയുടെ പേനയാൽ എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം. ചുവപ്പ്, കറുപ്പ് പോലെയുള്ള കളറുകളിൽ ഒരിക്കലും എഴുതാൻ പാടില്ല. 12-12 നമ്പർ നിങ്ങൾ മോതിരവിരലിൽ എഴുതുമ്പോൾ അതിന്റെ എനർജി നേരെ ഹൃദയത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും വിചാരങ്ങളും എല്ലാം ഭഗവാൻ കേൾക്കുന്നു. പക്ഷേ ഏതായിരിക്കും എഴുതാൻ പറ്റിയ സമയം? രാവിലെ 6 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ്, നമ്മുടെ മനസ്സും ശരീരവും ഫ്രഷ് ആയ സമയത്ത്. അല്ലെങ്കിൽ രാത്രി 12-12 മണിന് മുന്നേ, ഒരു ശാന്തമായ സമയത്ത്. ഇത് ദൈവിക സന്ദേശങ്ങൾ ശക്തമായും രഹസ്യമായും എത്തുന്ന സമയമാണ്. മോതിരവിരലിൽ 12-12 എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ഒരിക്കലും ഇത് മറ്റുള്ളവർ അറിയാൻ പാടില്ല, രഹസ്യമായി സൂക്ഷിക്കണം. 12-12 എഴുതിയ ശേഷം ഒരു ചെറിയ വിഷ്വലൈസേഷൻ മനസ്സിൽ ചെയ്യൂ. നിങ്ങളുടെ ആഗ്രഹം കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണൂ. ഭഗവാൻ അത് അനുവദിച്ചുവെന്ന് വിശ്വസിക്കൂ. ഇത് വെറും ഒരു ആചാരം അല്ല, ഇത് ഒരു ആത്മീയ അനുഭവമാണ്. ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. മോതിരവിരലിൽ 12-12 എഴുതിയാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേൾക്കൂ. ഇത് ഫാന്റസി അല്ല. ശരിയായ രീതിയിൽ വിശ്വാസത്തോടെ ചെയ്താൽ 100% എനർജറ്റിക് ഷിഫ്റ്റ് ഉണ്ടാകുമെന്നത് ഒരുപാട് പേർ അനുഭവിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി പണം എത്തും. മുടങ്ങിക്കിടക്കുന്ന പണത്തിന്റെ സെറ്റിൽമെന്റ്, തിരികെ കിട്ടാനുള്ള പണം അപ്രതീക്ഷിതമായി വരിക, അല്ലെങ്കിൽ അതിൽ പോലും കൂടുതലായി ചിലപ്പോൾ ആരെങ്കിലും നമ്മെ സഹായിക്കുന്നു. 12-12 എന്നത് പ്രപഞ്ചത്തിന്റെ റിസീവ് മോഡ് തുറക്കുന്നു. പണം കിട്ടണമെന്നു മാത്രം അല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് നടന്നു തുടങ്ങും. നിങ്ങളോട് നോ പറഞ്ഞവർ പിന്നെ യെസ് പറയും. നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചു തന്നെ. 20 തവണ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തതാണ് 12-12 എഴുതിയ ദിവസം തന്നെ ഒരു ഫോൺ വിളി. ഇത് മാജിക് അല്ല, നിങ്ങളുടെ വൈബ്രേഷൻ ദൈവികമായി ഷിഫ്റ്റ് ആകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള അസ്വീകാര്യത പോലും മാറും. അടഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ തുറക്കും. ഫലം ഇരട്ടിയാക്കുന്ന രഹസ്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ടത് കേൾക്കൂ. 12-12 എഴുതിയ ശേഷം അതിനെ ശരിയാക്കി ശക്തമാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളും ഊർജവുമാണ്. ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിളിക്കൂ. മൂലമന്ത്രമോ വലിയ വ്രതമോ ഒന്നും വേണ്ട. ഉള്ളം നിറച്ച് പറയൂ, അമ്മേ, ഞാനൊരു ചെറിയ വിശ്വാസത്തോടെ ഇത് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം തുണയ്ക്കണേ എന്ന്. ഈ പ്രാർത്ഥനകൾ ഉറച്ച ഭാവത്തോടെ ചൊല്ലൂ. നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ. ഞാൻ പ്രപഞ്ചശക്തിയെ വിശ്വസിക്കുന്നു. 12-12 എന്ന മാന്ത്രിക സംഖ്യ എന്നെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ലക്ഷ്മി ദേവി എന്റെ പിന്നിൽ ഉണ്ട്. എന്റെ പ്രയത്നം ഫലമായി മാറുന്നു. ഇത് ഏതു ദിവസവും ചെയ്യാം. കർശന നൊയമ്പോ ഒന്നും വേണ്ട, വ്രതവുമില്ല. ഇതൊക്കെ ചെയ്യാൻ നല്ല ദിവസം വേണമോ? വേണ്ട. വിശ്വാസം ഉള്ള ദിവസം മതി. നൊയമ്പോ, കർശന വ്രതം, വിധികൾ
ഒന്നും ആവശ്യമില്ല, ഇത് വിശ്വാസത്തിന്റെ ശുദ്ധഭാവമാണ്. ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ 12-12 എഴുതിയാൽ അതിനൊപ്പം വിശ്വാസം ചേർക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെയായാലും ഉറപ്പായും നടക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.